മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ന് ലോക ആന ദിനമാണ്. ആനയെക്കുറിച്ച് പറയുമ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ പ്രേക്ഷകർ കേട്ട ഒരു ആനക്കഥ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടോടിയ മനുഷ്യർക്കൊപ്പം ചേർന്നു നിന്ന കാട്ടാനയുടെ കഥ. വയനാട് ദുരന്തത്തിൽ ഏറ്റവും അവിശ്വസനീയമായ അതിജീവന കഥ മാധ്യമങ്ങളോട് വിവരിച്ച സുജാതയെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ? പൊട്ടിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ നിന്ന് പേരക്കുട്ടിയെയും കൂട്ടി ജീവൻ കയ്യിൽ പിടിച്ചോടിയ സുജാത. പുലർച്ചെ ഇരുട്ടിൽ തപ്പി സുജാത ചെന്നെത്തിയത് കാട്ടാനയുടെ മുന്നിലേക്കാണ്. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കാറുള്ള കാട്ടാനക്കൂട്ടം പക്ഷേ സുജാതയെയും പേരക്കുട്ടിയെയും ഉപദ്രവിച്ചില്ല. പകരം കാവൽ നിന്നു. ദുരന്തത്തിൽ നിന്ന് കയറി വന്നവരാണ് ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് സുജാത ആനയോട് പറഞ്ഞു. സുജാതയ്ക്കും കുട്ടിക്കും കാവൽ നിന്ന അതേ ആന കണ്ണീരണിഞ്ഞതിനെക്കുറിച്ചും ദുരന്തത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സുജാത പറഞ്ഞു. സുജാതയുടെ അന്നത്തെ വാക്കുകൾ, സുജാത അന്ന് അതിജീവിച്ച ആ മണിക്കൂറുകൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയത് ഒരിക്കൽ കൂടി കാണാം. കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണൊന്ന് വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഉള്ളും നനഞ്ഞ് മൂപ്പരടുത്തുനിന്ന് നേരം വെളുത്ത് 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ. ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും വൈകാതെ. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും വൈകാതെ. രക്ഷപ്പെട്ടെത്തിയ ആ രാത്രിയിൽ കൂട്ടായി നിന്ന ആ ആനയെ ചിലപ്പോൾ സുജാത ജീവിതത്തിൽ ഒരിക്കലും മറന്നേക്കില്ല. സുജാതയുടെ പോലുള്ള ഒരുപാട് മനുഷ്യരുടെ അതിജീവന കഥ നമ്മളും മറക്കില്ല.